ഹലോ, തന്നീസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നൊരു ഈസി കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പപ്പായയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്ത് മീനും ചിക്കനും മട്ടനും ഒന്നും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ വറുത്തരച്ച പപ്പായ കറിയാണ്. ചിക്കൻ കറി മട്ടൻ കറി ഒക്കെ മാറി നിൽക്കും. അപ്പോൾ അതാ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പപ്പായാണ്. ഇതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ നമുക്ക്. അപ്പോൾ പച്ച പപ്പായ ആണെങ്കിൽ വിചാരിച്ച പോലെ നമുക്ക് കറി ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇനി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് ഇതിനെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു തക്കാളി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എരിവുണ്ട് പച്ചമുളകിന്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 5-8 എണ്ണം ചതച്ചതാണ്. ഇനി ഇതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഇത്രയും മതിയാവും. കുറച്ച് പപ്പായയിൽ നിന്ന് വെള്ളം ഇതിൽ ഉണ്ടാവും കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. നമ്മളിത് ഒത്തിരി ഇങ്ങനെ വഴറ്റുമൊന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. രുചിയും അപാര രുചിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലേക്ക് ഞാൻ 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ ചിരവിയത് ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അരമുറിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 5-10 അല്ലിയോളം ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. വലുതാണെങ്കിൽ ഒരു 5-8 അല്ലിയോളം മതി. നന്നായിട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ഇപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. ചെറിയ ഉള്ളി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതിനെ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കളറൊന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ അതാ കളറ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് ആയിക്കോളും. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതാ ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഡാർക്ക് കളറായി പോകണ്ട. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാല പൊടിയാണ് കേട്ടോ, ഒരു 1/4 സ്പൂണോളം. ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഈ കടായിയുടെ ചൂടിൽ തന്നെ ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി കളറും ഒന്ന് മാറി വരും കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇതാ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. അപ്പോൾ ഈ ഒരു കറി നമുക്ക് ദോശയുടെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. ഇനി ഇത് ഒരു 15 മിനിറ്റിന് ശേഷം ഇതാ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ മിക്സിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ അരഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറ് നല്ല ചൂടായി കിട്ടും. ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായി കട്ടിയായി വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കടായി ചുഴറ്റി വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലോണം അരച്ച് വന്നപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ വറുത്ത തേങ്ങ അരച്ചത് ഇതാ ഈ ഒരു കളറിലാണ്. ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ തുറന്ന് കാണിച്ചു തരാം. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിരിക്കുന്നുണ്ട്. 3 വിസിലൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും പപ്പായ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. പപ്പായയ്ക്ക് അത്ര വലിയ വേഗമൊന്നുമില്ല കേട്ടോ. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ, തേങ്ങ വറുത്തരച്ചത്, ആ കൂട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ സ്റ്റവിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ നമ്മുടെ കുക്കർ. ഇനി ആ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റിയെടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കറി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം.
നമ്മളിത് സ്റ്റൗവിൽ വെക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഉപ്പൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 സ്പൂണോളം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഇതിൽ ഉപ്പൊക്കെ നോക്കണേ. അപ്പോൾ നല്ലോണം ഒന്ന് തിളയ്ക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. നല്ലോണം ഒന്ന് തിളച്ച് വരണം. ഈ പപ്പായയിലൊക്കെ നമ്മളിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്ന് നല്ല വെന്ത് ഉടഞ്ഞിരിക്കുന്ന പരുവത്തിലായിട്ടുണ്ട് കേട്ടോ പപ്പായൊക്കെ. അപ്പോൾ കറിയുടെ കളറൊക്കെ മാറിയത് കണ്ടില്ലേ? ഇത്രയും മതിയാവും. കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചിടാനാണ് കേട്ടോ ഉള്ളത്. ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി താളിച്ചിടുന്നത് നമ്മൾ ചെറിയ ഉള്ളിയിലാണ്. അപ്പോൾ അതാ ഒരു 10 അല്ലിയോളം ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. അത് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആയി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഉണക്കമുളകാണ് കേട്ടോ. ഉണക്കമുളക് ഒരു 4-5 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കറി വറുത്തിരുന്നതാണ് ഇതിൻ്റെ ഒരു ശരിക്കും ഒരു ഹൈലൈറ്റ് കേട്ടോ. നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല. ഇനി ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് കറി ഇതാ നമ്മൾ ഈ ഒരു താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അരിദോശയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ ചോറിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.